കോളേജിലെ ഡോക്ടർ ഇവിടെ വന്ന് സംസാരിച്ച സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഈ സ്റ്റേജിൽ എങ്ങനെ കൊണ്ടുപോകും? ഒരു വയസ്സായ കുട്ടിയില്ലേ? ഇതോ ആരോ അറിയുന്നുണ്ടോ? ഇവര് അങ്ങാടിയിൽ എന്തും കാഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദി മറ്റുള്ള ആളുകൾ ഇത് എന്ത് ആൾക്കാരാണെന്നാ ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ പള്ളിയിൽ ഇന്നലെ വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ആ സമയത്തൊക്കെ വെച്ചാൽ ഇവർ ചിരിച്ചും കാഞ്ഞ് എന്താ പറയുക, അവർക്ക് കാണുന്നവരെ നമുക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ തകരുക ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇത് ബാൻ ചെയ്ത മുതലാന്നുള്ള അറിയാനാ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് എന്ന് അറിയുന്നതാണ്. നിയമത്തിന്റെ ഭാഗത്തുനിന്നൊന്നും ഇല്ലേ? അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ? ഞങ്ങൾ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. കുടുംബം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞ് കരഞ്ഞാ പോകുന്നത്. ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നും കാഞ്ഞ് ഇവിടുന്ന് നമ്മളെ അവസ്ഥ കണ്ടും കാഞ്ഞ് കരഞ്ഞു പോവുക. ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോൾ എടുക്കാൻ കഴിയുന്നത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി എന്താ വയലന്റ് ആകുക, കുട്ടീനെ നോക്കുന്നില്ല. ഇത് ഓരറിയുന്നുണ്ടോ? ഓരിപ്പോൾ പറയുന്നത് എന്താ, ഒന്ന് പോയി അതില്ല പ്രശ്നമല്ല, അങ്ങ് മയങ്ങിപ്പോവും അല്ലെ മാഞ്ഞു പോകുന്നു. അതല്ലല്ലോ, നമുക്കിതൊന്നും തീരാ ഒരു ദുഃഖമായിട്ട്. ഇതിപ്പോൾ മറ്റുള്ള 3 കുട്ടികളുണ്ട്, അവരെ പോറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവള് ലെവലിൽ നിൽക്കണം. ഇവള് ലെവലാവുന്നുള്ള എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യൂ? ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒരാൾക്കും ഇത് വരാൻ പാടില്ല. ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാൽ ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട്, അവരെ നിയമത്തിന്റെ മുന്നിൽ എന്നാലേ ഇത് എന്ത് ചെയ്യും, നമ്മൾ തടയാൻ കഴിയും. അത്രമാത്രം എനിക്ക് ഇത് പറയാനുള്ളൂ. കൊണ്ട് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. ഒരു മാതാവിൻ്റെ വേദനയാണ്. താമരശ്ശേരിയിലാണ് നെഞ്ചക്കുകൊണ്ട് മർദ്ദനമേറ്റ് കൊല ചെയ്യപ്പെട്ട ഷഹബാസിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിൽ കൊലപാതകത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പങ്കുണ്ട്. അതിലൊരാളുടെ വീട്ടിൽ നിന്ന് ആണ് നെഞ്ചക്ക് കണ്ടത്. എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഷഹബാസിൻ്റെ അച്ഛൻ.